നല്ല ക്യൂട്ട് വോയിസാണ് എനിക്ക് തോന്നിയത്. സത്യം പറയാമല്ലോ, സിൻസിയർലി പറയാണ്, ചുമ്മാ തമാശയല്ല, സിൻസിയർ ആയിട്ട് പറയാണ്. ഭയങ്കര ക്യൂട്ട് വോയിസ് ആയിട്ട് തോന്നിയത്. ഞാനിവിടെ നമ്മുടെ ലോക്കൽ ചാനലില്ലേ, അതിൽ ആങ്കറായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു +2 ആ ടൈമില്. ഇപ്പം ഡിഗ്രി ആയി കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്തതാണ്. മീൻസ് ഓൾറെഡി നമുക്ക് കുറച്ച് ആൾക്കാരൊക്കെ ശല്യമായി ആ ടൈമില്. അങ്ങനെ ഇനിയിപ്പം മരിച്ചുപോയി. പിന്നെ ചേട്ടൻ്റെ ഞാൻ പറഞ്ഞില്ലേ വൈഫിന്റെ കാര്യം, വൈഫ് ചേട്ടനെ ഇങ്ങനെ കൊച്ചിന്ന് വിളിക്കില്ലേ, എടാ കൊച്ചി, അതുപോലെ തന്നെയാണ് ഏട്ടനെ വിളിക്കുന്നത്. അപ്പൊ എനിക്ക് എന്റെ ചേട്ടത്തി ഇങ്ങനെയാണെന്ന് പറഞ്ഞതല്ലേ? അതെ, ആള് ഇതുപോലെ തന്നെയാണ്. ഏട്ടൻ നേവിയിലാണ്, ഇപ്പം VRS എടുത്തിട്ട് നിൽക്കാണ്. അപ്പൊ ആളിങ്ങനെ ഇതുപോലെ ചൊറിഞ്ഞോണ്ടിരിക്കും, ഇതുപോലെ തന്നെ നേച്ചറാണ്. അപ്പൊ ചേച്ചി ഇങ്ങനെ വിളിക്കുമ്പോ എനിക്ക് ഫസ്റ്റ് കേട്ടപ്പോ എനിക്ക് ഭയങ്കര ഹാപ്പി. മീൻസ് ഞങ്ങള് കുറച്ച് ഡിസ്റ്റൻസിലാണ് ഇപ്പം, ഫാമിലി കുറച്ച് ഇഷ്യൂസ് ഒക്കെ ആയിട്ട്. അപ്പൊ എനിക്ക് ഫസ്റ്റ് അത് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു, അതാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞാൻ ശ്രദ്ധിച്ചായിരുന്നു ഇങ്ങനെ എന്നോട് ഇതുപോലെ കൃഷ്ണയുടെ എന്താ പറയാ ടോപ്പ് ടീം കാണുമ്പോഴത്തേക്ക് എന്റെ ചേട്ടത്തി ഓർമ്മ ഇടുന്നതായിട്ട് സാർ എനിക്ക് കമന്റ് ചെയ്തിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങള് ജസ്റ്റ് മാരീഡ് ആണോ? കല്യാണം കഴിഞ്ഞതേ ഉള്ളോ? 3 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. ആണല്ലേ? പക്ഷെ ജസ്റ്റ് മാരീഡ് ആയിട്ടുള്ള ആൾക്കാരെ പോലെയാണ്, ലൈക്ക് നല്ല എന്താ പറയുക, എന്തുവാ? ലവ് മാരേജ് ആയിരുന്നോ? ലവ് മാരേജ് ആയിരുന്നു. ചേച്ചി നല്ല സുന്ദരിയാണ്. അതെ, ഞാൻ സുന്ദരനല്ലേ? ബട്ട് ചേച്ചി കുറച്ചും കൂടെ നല്ലതാണ്. ഓക്കെ, എന്നാലും ഇറങ്ങട്ടെ, ചേട്ടൻ വരട്ടെ. ഇനി എന്തായാലും ഇതുപോലൊരു ഒക്കേഷനിൽ വീണ്ടും പാട്ടോട്ട് വരണം, നമ്മളെല്ലാം എന്റർടൈൻ ചെയ്യിക്കണം. ഓക്കെ ബൈ. താങ്ക് യു സോ മച്ച് once again. Okay. Nishant, come to stage. Let's have some words about Sarah's song. Nishant മോനെ, ചാറ്റ് ശ്രദ്ധിക്കാൻ പറ്റില്ല. എന്താ നിന്റെ അഭിപ്രായം എന്താ പാട്ടിനെ കുറിച്ച്? നല്ല പാട്ടാണ്, കുഴപ്പമില്ല, കേട്ടോണ്ടിരിക്കാം. എനിക്ക് നീ പറ നിന്റെ അഭിപ്രായം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കേട്ടത്, കാരണം എനിക്ക് കേൾക്കുന്ന പോലെ നിങ്ങൾ കേൾക്കാൻ പറ്റുന്നത്, കാരണം ഞാൻ കാര്യം പറയട്ടെ, എനിക്കാണ് അത് ഏറ്റവും ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നത്. കാരണം ഞാനിപ്പം ഈ ലൈവ് ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്, എനിക്കാണ് അത് ഏറ്റവും ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ആർക്കും ഞാൻ കേൾക്കുന്ന അത്രത്തോളം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് 1-2 സെക്കൻഡ് ലൈവ് പാട്ട് പാടിയ സമയത്ത് ജസ്റ്റ് ഒരു ലാഗ് ആയിരുന്നു. ഐ മീൻ നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്, ലാഗ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ അതിൽ കൂടുതൽ ടൈം ലാഗ് ആവാൻ ചാൻസ് ഉണ്ട് കേൾക്കുന്നവർക്ക്. സോ ഞാൻ കേട്ട എന്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാം. എനിക്ക് സാറുടെ പാട്ട് ഇഷ്ടപ്പെട്ടു, അതൊക്കെ അതവിടെ സൈഡ് നിൽക്കട്ടെ. പക്ഷെ സാറുടെ വോയിസ് അതിനേക്കാൾ സൂപ്പർ ആട്ടോ. എന്താ പറയുന്നത്, കിട്ടില്ല, നല്ലൊരു ക്യൂട്ട് അല്ലെങ്കിൽ സ്വീറ്റ് വോയിസ് എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു കാറ്റഗറി വോയിസ് ആണ്. കിട്ടില്ല വോയിസ്, സൂപ്പർ വോയിസ്. ഈ പറയുന്ന പോലെ ആങ്കറിങ് ചെയ്യാനും അതുപോലെ തന്നെ എന്താ പറയാ, അതുപോലൊരു എന്താ പറയാ, ആ ഒരു കാറ്റഗറിയിലോ അല്ലെങ്കിൽ ആങ്കറിങ് അല്ലെങ്കിൽ ഇതുപോലെ സ്റ്റേജ് മാനേജ്മെന്റ് ആ രീതിയിലൊക്കെ നല്ലൊരു ടാലന്റോടെ മുന്നോട്ട് പോകാൻ സാധ്യതയുള്ള കുട്ടിയാണ്. കാരണം വെച്ചാൽ ഒരിക്കലും ഒരാള് ഏതാണ്ട് ഇപ്പൊ 1:52 അവിടെ ഒരു 1:45 മണി സമയം കുട്ടിക്ക് 1:45 രാത്രി വിളിച്ചിട്ട് ഒരു ലൈവിൽ വന്നിട്ട് പാടാൻ പറഞ്ഞ മീശയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ നിക്കറി കൂടെ പെടുക്കും, ഉറപ്പായിട്ടുള്ള കാര്യമുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും ചെയ്യാൻ നീ പാടി. എനിക്ക് പാടാൻ അറിയില്ലല്ലോ. കിട്ടില്ല. എനിക്ക് സൂപ്പർ ആയിട്ട് ഇഷ്ടപ്പെട്ടു. കിട്ടില്ലായിട്ട് പാടുകയും ചെയ്തു. എനിക്ക് അതിനേക്കാൾ ഉപരി